ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിൽ സംഘർഷസ്ഥിതി രൂക്ഷമായി തുടരുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ഇറാനോട് ആവശ്യപ്പെട്ട് 22 രാജ്യങ്ങൾ. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനങ്ങൾക്കുള്ള വാണിജ്യ LPG വിഹിതം 20% കൂടി വർദ്ധിപ്പിച്ചു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ തിങ്കളാഴ്ച വരെ അവസരം. ജലവും ലിംഗഭേദവും എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജലദിനം. ഇന്ത്യൻ ഓപ്പൺ PSA സ്ക്വാഷ് ടൂർ കോപ്പർ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ അനാഹത് സിംഗ് ഫൈനലിൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാനങ്ങൾക്കുള്ള വാണിജ്യ LPG വിഹിതം 20% കൂടി വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഇതോടെ മൊത്തം വിഹിതം 50% ഉയർന്നു. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, വ്യവസായശാലകൾ എന്നിവയ്ക്കായിരിക്കും അധിക വിഹിതത്തിൽ മുൻഗണന. ഇത് സംബന്ധിച്ച് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം സെക്രട്ടറി നീരജ് മിത്തൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർക്ക് കത്തെഴുതി. ഈ വിഹിതം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. കൂടാതെ പൂഴ്ത്തിവെപ്പിനും കരിഞ്ചന്തയ്ക്കുമെതിരെ കർശന നടപടിയെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. ആക്രമണങ്ങൾ നിർത്തി ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ 22 രാജ്യങ്ങൾ ഇറാനോട് ആവശ്യപ്പെട്ടു. UAE, ബഹ്റിൻ, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ മേഖലയിലെ വാണിജ്യ കപ്പലുകൾക്കും ഊർജ്ജ സൌകര്യങ്ങൾക്കും നേരെയുള്ള ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ സംയുക്ത പ്രസ്താവനയിൽ അപലപിച്ചു. അത്തരം നടപടികളുടെ ആഘാതം ലോകമെമ്പാടും അനുഭവപ്പെടുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. അതേസമയം മേഖലയിൽ പ്രതിസന്ധി രൂക്ഷമാകുകയാണ്. വിശദാംശങ്ങളിലേക്ക്. ഇറാന്റെ നതാൻസ് ആണവ കേന്ദ്രത്തിൽ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തെ തുടർന്ന് പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആക്രമണം നടന്നെന്നും ആണവ ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും ഇറാൻ സ്ഥിരീകരിച്ചു. ഇസ്രയേൽ ലെബനൻ അതിർത്തിയിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടലും രൂക്ഷമായി. തെക്കൻ ലെബനനിൽ ഇസ്രയേൽ ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. സംഘർഷത്തിന്റെ ഈ ഘട്ടം ആരംഭിച്ചതിനു ശേഷം 40ഓളം ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി ലെബനൻ ആരോഗ്യ അധികൃതർ അറിയിച്ചു. ഇസ്രയേലി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഡ്രോൺ, റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയതായി ഹിസ്ബുള്ള വ്യക്തമാക്കി. UAEയിൽ രാജ്യത്തെ ലക്ഷ്യമിട്ടുള്ള 3 ബാലിസ്റ്റിക് മിസൈലുകളും 8 ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞതായി ഭരണകൂടം അറിയിച്ചു. ടെഹ്റാൻ അയൽക്കാരുമായി യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും മേഖലയിലെ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിന് അമേരിക്കയും ഇസ്രയേലുമാണ് ഉത്തരവാദികളെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇസ്രായേൽ നഗരമായ ഡിമോണയിൽ നടന്ന മിസൈൽ ആക്രമണത്തിൽ നെഗേവിലെ ആണവ ഗവേഷണ കേന്ദ്രത്തിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി. പ്രാദേശിക വിവരങ്ങൾ പ്രകാരം അസാധാരണ വികിരണങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്നും ഏജൻസി അറിയിച്ചു. അതേസമയം ഹോർമുസ് കടലിടുക്ക് 48 മണിക്കൂറിനുള്ളിൽ തുറക്കണമെന്ന് ഇറാന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകി. ഇല്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ തകർക്കുമെന്നാണ് ഭീഷണി. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഭാരത് ഇലക്ട്രിസിറ്റി സമ്മിറ്റിന്റെ 3ാം ദിനമായ ഇന്നലെ ഇന്ത്യ ആഫ്രിക്ക തന്ത്രപര പങ്കാളിത്ത യോഗം ചേർന്നു. കേന്ദ്ര വൈദ്യുതി മന്ത്രി മനോഹർ ലാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ധാരണയായി. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വൈദ്യുതി മേഖലയുടെ വികസനം നിർണായകമാണെന്ന് ശ്രീ മനോഹർ ലാൽ പറഞ്ഞു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. 140 നിയമസഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണത്തിന്റെയും പ്രചാരണ പരിപാടികളുടെയും തിരക്കിലാണ്. ഇന്ന് പത്രിക സ്വീകരിക്കില്ല. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. വിശദാംശങ്ങളിലേക്ക്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ 25 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നേമത്ത് LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടി, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവർ ഇന്നലെ പത്രിക നൽകി. കൊല്ലം ജില്ലയിൽ ഇന്നലെ 18 നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത്. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ, കുണ്ടറയിൽ PC വിഷ്ണുനാഥ്, കൊല്ലത്ത് BJP സ്ഥാനാർത്ഥി പ്രതാപ് കുമാർ തുടങ്ങിയവർ ഇന്നലെ പത്രിക നൽകി. പത്തനംതിട്ട ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലായി ഇതുവരെ 15 പത്രികകളാണ് ലഭിച്ചത്. ആലപ്പുഴ ജില്ലയിൽ ഇന്നലെ 17 പേർ
പേർ പത്രിക നൽകി. ഇടുക്കി ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലായി ഇതുവരെ 8 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോട്ടയം ജില്ലയിൽ ഇന്നലെ 19 പേരാണ് പത്രിക നൽകിയത്. ഇതോടെ ജില്ലയിൽ ഇതുവരെ പത്രിക നൽകിയവരുടെ എണ്ണം 20ആയി. തൃശൂർ ജില്ലയിൽ വിവിധ മണ്ഡലങ്ങളിൽ ഇന്നലെ 41 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ഉൾപ്പെടെ 44 പേരാണ് പത്രികകൾ സമർപ്പിച്ചത്. ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ 39 പേർ വിവിധ മണ്ഡലങ്ങളിൽ പത്രിക നൽകി. വയനാട് ജില്ലയിൽ ഇന്നലെ 7 നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത്. കണ്ണൂർ ജില്ലയിൽ ഇതുവരെ 29 പേരും കാസർഗോഡ് 28 പേരും പത്രിക സമർപ്പിച്ചു. പാലക്കാട് ജില്ലയിൽ 12 നിയോജക മണ്ഡലങ്ങളിലായി ഇതുവരെ 56 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രചാരണം ഊർജിതമാക്കി. LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മുതൽ ജില്ലകളിൽ പര്യടനം നടത്തും. ഏപ്രിൽ 3 വരെയുള്ള ദിവസങ്ങളിലായി 48 കേന്ദ്രങ്ങളിൽ പ്രസംഗിക്കും. CPIM നേതാക്കളായ MA ബേബി, MV ഗോവിന്ദൻ, A വിജയരാഘവൻ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, വിജു കൃഷ്ണൻ, മറിയം ധാവ്ളെ, സുഭാഷിണി അലി തുടങ്ങിയവരും വിവിധയിടങ്ങളിൽ പൊതുയോഗങ്ങളിൽ സംസാരിക്കും. UDFനായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിൽ പ്രചരണത്തിനെത്തും. ഈ മാസം 25-ന് കോഴിക്കോട് നടക്കുന്ന വൻ റാലിയോടെ പ്രചരണം ആരംഭിക്കുമെന്ന് UDF തെരഞ്ഞെടുപ്പ് പ്രചാരണ കമ്മിറ്റി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല അറിയിച്ചു. NDAയുടെ പ്രചാരണ പരിപാടികൾക്കായി കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ള മുതിർന്ന ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ നാളെ വരെ സമയം. voters.eca.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും സാമ്പത്തിക ദുരുപയോഗവും തടയുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപകൽപ്പന ചെയ്ത വിജിൽ മൊബൈൽ ആപ്പ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായി. പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട ഫോട്ടോകളും 2 മിനിറ്റിൽ കവിയാത്ത വീഡിയോകളും പൊതുജനങ്ങൾക്ക് തത്സമയം പകർത്തി ഈ ആപ്പ് വഴി അധികൃതർക്ക് അയക്കാവുന്നതാണ്. കോഴിക്കോട് പെരുവയൽ പഞ്ചായത്തിൽ 12ഓളം പേർക്ക് കൂടി ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ പറഞ്ഞു. ബോധവത്കരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച കോഴിക്കോട് ജില്ലയിൽ കോഴികളെയും താറാവുകളെയും ഉൾപ്പെടെ കൊന്നൊടുക്കുന്ന നടപടികൾ ആരംഭിച്ചു. ഒളവണ്ണ, പെരുമണ്ണ, കക്കോടി, പനങ്ങാട് പഞ്ചായത്തുകളിലും കോഴിക്കോട് നഗരസഭയിലെ കൊളത്തറയിലുമാണ് നടപടി പുരോഗമിക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ദ്രുതകർമ്മ സേനയാണ് വീടുകളിലെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പൈങ്കുനി ഉത്രം ഉത്സവത്തിനായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. നാളെ കൊടിയേറ്റ് നടക്കും. ഈ മാസം 23 മുതൽ 31 വരെ ഉച്ചപൂജയ്ക്ക് ശേഷം നടക്കുന്ന ഉത്സവ ബലിയും അത്താഴപൂജയ്ക്ക് ശേഷം നടക്കുന്ന ശ്രീഭൂത ബലിയുമാണ് ഉത്സവവുമായി ബന്ധപ്പെട്ട് പ്രധാന ചടങ്ങുകൾ. ഏപ്രിൽ 1-ന് നടക്കുന്ന ആറാട്ട് ഘോഷയാത്രയോടെ ഉത്സവത്തിന് സമാപനമാകും. അന്ന് രാത്രി 10-ന് നടയടയ്ക്കും. വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് തീർത്ഥാടകർക്ക് ദർശനത്തിനെത്താം. ഇന്ന് ലോക ജലദിനം. ജലസ്രോതസ്സുകളുടെ സുസ്ഥിരമായ ഉപയോഗവും ആഗോള ജലപ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുന്നതിലും ജലദിനാചരണം ലക്ഷ്യമിടുന്നു. എവിടെ ജലം ഒഴുകുന്നുവോ അവിടെ സമത്വം വളരുന്നു എന്ന സന്ദേശത്തിൽ ഊന്നി ജലവും ലിംഗഭേദവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ജൽശക്തി മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ലോക ജലദിന കോൺക്ലേവ് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി CR പാട്ടീൽ ഉദ്ഘാടനം ചെയ്യും. സുസ്ഥിര ജലവിതരണം സംബന്ധിച്ച ചർച്ചകളും നൂതന സാങ്കേതിക വിദ്യകളുടെ അവതരണവും ഉണ്ടാകും. ഇന്ത്യൻ ഓപ്പൺ PSA സ്ക്വാഷ് ടൂർ കോപ്പർ വനിതാ സിംഗിൾസിൽ ടോപ്പ് സീഡും നിലവിലെ ചാമ്പ്യനുമായ ഇന്ത്യയുടെ അനാഹത് സിംഗ് ഫൈനലിൽ. ഇന്നലെ മുംബൈയിൽ നടന്ന സെമി ഫൈനലിൽ ഇന്ത്യയുടെ തന്നെ തൻവി ഖന്നയെയാണ് പരാജയപ്പെടുത്തിയത്. ഫൈനലിൽ ഇന്ന് ഈജിപ്ഷ്യൻ താരം ഹന്ന മൊട്ടാസിനെ അനാഹത് സിംഗ് നേരിടും. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ വീർ ചോട്രാണി മലേഷ്യയുടെ സഞ്ജയ് ജീവയെ പരാജയപ്പെടുത്തി ഫൈനലിലെത്തി. ഇന്ന് നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ വീർ ചോട്രാണി ഇന്ത്യയുടെ തന്നെ അഭയ് സിംഗിനെ നേരിടും. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നാളെ വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉയർന്ന ചൂട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യയിൽ സംഘർഷസ്ഥിതി രൂക്ഷമായി തുടരുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ഇറാനോട് ആവശ്യപ്പെട്ട് 22 രാജ്യങ്ങൾ.
രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനങ്ങൾക്കുള്ള വാണിജ്യ LPG വിഹിതം 20% കൂടി വർദ്ധിപ്പിച്ചു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ തിങ്കളാഴ്ച വരെ അവസരം. ജലവും ലിംഗഭേദവും എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജലദിനം. ഇന്ത്യൻ ഓപ്പൺ PSA സ്ക്വാഷ് ടൂർ കോപ്പർ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ അനാഹത് സിംഗ് ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.